നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. സ്വാശ്രയത്തിൽ പട്ടിണി സമരം. സ്വാശ്രയ സമരം കടുപ്പിച്ച് UDF. സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധം. നിയമസഭയിൽ 3 പ്രതിപക്ഷ MLA-മാർ നിരാഹാരത്തിന്. തലസ്ഥാനത്ത് UDF ഹർത്താൽ ഭാഗികം. സ്വാശ്രയ പ്രക്ഷോഭത്തിന് വീര്യം പകരാൻ സഭാ കവാടത്തിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത് MLA-മാരായ ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, അനൂപ് ജേക്കബ് എന്നിവർ. അതിനിടെ പ്രതിപക്ഷ ബഹളത്തിൽ കലുഷമായ സഭ ഇന്നും രാവിലെ തന്നെ പിരിഞ്ഞു. സഭയിൽ പറയാൻ പാടില്ലാത്തത് മുഖ്യമന്ത്രി പറഞ്ഞെന്ന ആക്ഷേപവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ കത്ത് സ്പീക്കർ പരിശോധിക്കും. അതിനിടെ കോൺഗ്രസ് MLA-മാരുടെ നിരാഹാരത്തിന് KM മാണിയുടെ പരോക്ഷ പിന്തുണയും. ബഹിഷ്കരണത്തിന്റെ ബലതന്ത്രം. പാകിസ്ഥാനുമേൽ നയതന്ത്ര സമ്മർദ്ദമുറുക്കി ഇന്ത്യ. നവംബറിലെ ഇസ്ലാമാബാദ് സാർക്ക് സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനം. ഇന്ത്യയുടെ നടപടി നിർഭാഗ്യകരമെന്ന് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനു പുറമെ ബംഗ്ലാദേശും ഭൂട്ടാനും ഉച്ചകോടി ബഹിഷ്കരിക്കും. ഇന്ത്യൻ നീക്കം ഉറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗം. പാകിസ്ഥാനിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാവുന്ന സൗഹൃദാന്തരീക്ഷം നിലവിലില്ലെന്ന് വിശദീകരണം. അതിനിടെ സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന ഇന്ത്യൻ മുന്നറിയിപ്പിന് എതിർ നീക്കവുമായി പാകിസ്ഥാൻ. ഇന്ത്യ കരാർ റദ്ദാക്കിയാൽ UN-ന്റെ സഹായം തേടും. അതേസമയം ഉറി ഭീകരാക്രമണത്തിനു പിന്നിലെ പാക് പങ്ക് വ്യക്തമാക്കി ഇന്ത്യ കൂടുതൽ തെളിവുകൾ ഇന്നലെ കൈമാറി. കാവേരിയിൽ ചർച്ച. കാവേരി വിഷയത്തിൽ സുപ്രീം കോടതി ഉത്തരവ് തിരിച്ചടിയായതോടെ പ്രതിഷേധം കടുപ്പിച്ച് കർണാടക. കാവേരി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാണ്ടിയിൽ ബംഗളൂരു മൈസൂർ ഹൈവേ ഉപരോധം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി യോഗവും പ്രത്യേക മന്ത്രിസഭയും. തർക്കപരിഹാരത്തിന് ഇരു സംസ്ഥാനങ്ങളുമായും ചർച്ചയ്ക്ക് തയ്യാറെന്ന് അറ്റോർണി ജനറൽ മുകുൾ റോഹ്തഗി. കർണാടകത്തിന്റെ വാദം തള്ളി തമിഴ്നാടിന് വെള്ളം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് ഇന്നലെ. ഇന്നും നാളെയും സംസ്ഥാനം നൽകേണ്ടത് 6000 ഘനയടി വീതം വെള്ളം. പെരസ് അന്തരിച്ചു. ഇസ്രായേൽ മുൻ പ്രസിഡന്റ് ഷിമോൺ പെരസ് അന്തരിച്ചു. ആധുനിക ഇസ്രായേലിന്റെ ശില്പിയുടെ വിയോഗം 93-ാം വയസ്സിൽ. പക്ഷാഘാതത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇസ്രായേൽ സമാധാന ദൗത്യങ്ങൾക്ക് പുത്തൻ ദിശ നൽകിയ പെരസിന് 1994-ൽ നൊബേൽ സമ്മാനം ലഭിച്ചു. 2007 മുതൽ 2014 വരെയാണ് പെരസ് പ്രസിഡന്റ് ആയിരുന്നത്. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2880 രൂപ, പവൻ 23,040 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.